നമസ്കാരം. എൻ്റെ പേര് രമണി. ഞാൻ ചരക്കക്കാരൻ ഹൗസ് ഫിലിച്ചറിൽ നിന്നാണ്. ഞാനിന്ന് ഒരു ജയിൽ എന്ന കമ്പനിയുടെ ഒരു ഡിജിറ്റൽ ലോക്കിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. അത് നമുക്ക് വരുന്നത് YDMA സുറി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഇങ്ങനെയാണ് ആ മോഡല് വരുന്നത്. ഇത് ആദ്യകാലങ്ങളിലൊക്കെ നമ്മളൊരു ഡോറിന് ഒരു ലോക്ക് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ മണിച്ചിത്രത്താഴ് വെക്കും, അല്ലെങ്കിൽ സേഫ്റ്റി ലോക്ക് വെക്കുക, അല്ലെങ്കിൽ ഓടാമിൽ വെക്കും. അതൊക്കെയാണ് നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ലോക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ആ കാലങ്ങളൊക്കെ മാറി ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ലോക്കിലേക്കാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡോറ് വെക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ വീട് തന്നെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിന് ഏത് ലോക്ക് വെക്കണം എന്നാവും മിക്കവരും ചിന്തിക്കുക. അപ്പോൾ നമുക്ക് അതിന് സിംഗിൾ ഡോർ വെക്കണോ ഡബിൾ ഡോർ വെക്കണോ എന്നായിരിക്കും അതിൻ്റെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ സിംഗിൾ ഡോറിന് വെക്കണ ലോക്കുകൾ പല ടൈപ്പിലുണ്ട്, ഡബിൾ ഡോറിന് വെക്കണ ലോക്കുകൾ പല ടൈപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡബിൾ ഡോറിന് വെക്കണ ലോക്കിൽ ഉള്ള ഓപ്ഷൻസ് നമുക്ക് സിംഗിൾ ഡോറിന് കിട്ടില്ല. സിംഗിൾ ഡോറിന് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കൂടുതലുണ്ട്, ഡബിൾ ഡോറിന് ഓപ്ഷൻസ് കുറവാണ്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിംഗിൾ ഡോറിന് വെക്കണ പോലെ നമുക്ക് ഡബിൾ ഡോറിൻ്റെ ഉള്ളിൽ വരില്ല. അപ്പോൾ സിംഗിൾ ഡോറിന് തന്നെ വരുമ്പോൾ നമുക്ക് അതിൽ ക്യാമറ ഉള്ളതുണ്ട്, പുറമെ വന്ന് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് ഉള്ളിൽ ഇരുന്നാൽ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഡബിൾ ഡോറിന് വെക്കണമെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എന്നിട്ട് ലോക്ക് വെക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ കാര്യം വെച്ചാൽ നമുക്ക് ഏത് രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, ആ രീതിയിൽ വേണം നമ്മളൊരു ലോക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡോറിൻ്റെ അത് വെക്കുമ്പോൾ തന്നെ നമ്മളത് നോക്കണം, അതിൻ്റെ ഡോറിൻ്റെ തിക്നെസ് നോക്കണം, ഏത് ടൈപ്പ് ലോക്ക് വെക്കണം, നമുക്കത് വിദേശത്ത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ, അത് നമുക്ക് കീ കൊണ്ട് തുറക്കാൻ പറ്റുന്നതാണോ, അങ്ങനത്തെ ആണോ എന്നൊക്കെ ആവും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ വരുന്നത് ഇത് ഡോറിലെ ലോക്ക് വരുന്നത് സിംഗിൾ ഡോറിന് വെക്കണ ഒരു ലോക്കാണ്. ഇത് 34 mm മിനിമം തിക്നെസ് ഉള്ള ഒരു ഡോറിനൊക്കെ നമ്മൾ ഇത് വെക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതിൽ നമുക്ക് ഇതിന് പാസ്വേഡ് വരുന്നുണ്ട്, ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്, എമർജൻസി കീ വരുന്നുണ്ട്. കൂടാതെ നമുക്കിത് വൈഫൈ ബ്ലൂടൂത്ത് കണക്ട് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പുറമേ ഇരുന്നിട്ട് അതിൽ നമുക്കിത് ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ലോക്ക് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് എന്താ 1 ടൈം പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് ലോക്ക് ഓപ്പൺ ചെയ്യുക. ഈ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ നമുക്കിത് കീ ഉപയോഗിക്കേണ്ടതായിട്ട് വരുള്ളൂ. ഇതിൻ്റെ ബാറ്ററി വരുന്ന ഡ്യൂറസെൽ ബാറ്ററിയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുക. അങ്ങനെ ഇതിൻ്റെ ബാറ്ററി ലോ ആകുകയാണെങ്കിൽ ഇത് അലാറം അടിക്കും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഇതിൻ്റെ ലോക്ക് ബോഡി വരുന്നത് ഫൈബറാണ്. ഇത് വരുന്നത് SS304 ആണ്. ഇത് ഡബിൾ ആക്ഷനാണ് ഈ ലോക്ക് വരുന്നത്. പിന്നെ ഇതിന് അധികം റേറ്റ് ഒന്നുമില്ല. നമുക്കിപ്പോൾ പുറമെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പുറമേ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് എണീറ്റ് വന്നിട്ട് ഡോറ് തുറക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പാസ്വേഡൊക്കെ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് അകത്തേക്ക് കയറാൻ പറ്റും. പിന്നെ വിദേശത്തുള്ള ആൾക്കാരായാലും അവർക്ക് വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പാസ്വേഡ് 1 ടൈം ഈ മൊബൈലിൽ 1 ടൈം പാസ്വേഡ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ഇത്ര സെക്കൻഡിൻ്റെ ഉള്ളിൽ അത് ലോക്ക് ഓപ്പൺ ആവും. പിന്നെ അത് പഴയ പോലെ തന്നെ അത് വീണ്ടും ലോക്കാവും. അപ്പോൾ വീണ്ടും നമുക്ക് തുറക്കണമെങ്കിൽ അത് പാസ്വേഡ് തന്നെ അടിച്ചു കൊടുക്കേണ്ടി വരും. 1 ടൈം പാസ്വേഡാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വിദേശത്ത് ഇരുന്നിട്ടായാലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ലോക്കൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ ലോക്ക് കൊണ്ട് ഇപ്പോൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലോക്കിൽ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കും വളരെ ഉപകാരമാണ്, വീട്ടിലുള്ളവർക്കും. അങ്ങനെ കുറേ ഈ ഉപകാരങ്ങളും ഈ ഗുണങ്ങളൊക്കെ നമുക്ക് ഈ ലോക്ക് കൊണ്ട് നമുക്ക് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.